ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രണ്ടാമത്തെ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ നമ്മളെ ടോപ്പിക് ഇതാണ്: യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. വൺ ഓഫ് ദ റിമാർക്കബിൾ ഫീച്ചേഴ്സ് ഓഫ് ദ 19th century യൂറോപ്യൻ ഹിസ്റ്ററി വാസ് ദ സ്ട്രഗിൾ ഫോർ ദ നാഷണൽ യൂണിഫിക്കേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. 19ാം നൂറ്റാണ്ടിലെ യൂറോപ്പിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത നമുക്കവിടെ കാണാൻ കഴിയും. അത് മറ്റൊന്നുമല്ല, ധാരാളം രാജ്യങ്ങളിൽ ദേശീയപരമായിട്ട് ഏകീകരണവും രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരങ്ങളും നടക്കുന്നു എന്നതാണ്. ദ റവല്യൂഷണറി ഐഡിയാസ് ഓഫ് ദ 18th century ലൈക്ക് നോ ടാക്സേഷൻ വിതൗട്ട് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആൻഡ് ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇൻസ്പയർഡ് ദ പീപ്പിൾ. 18ാം നൂറ്റാണ്ടിൽ നടന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1773 1783 ഇടയ്ക്ക് നടക്കുന്ന അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും അവിടെ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്: നോ ടാക്സേഷൻ വിത്തൗട്ട് എ റെപ്രസെൻറ്റേഷൻ. അതുപോലെ തന്നെ 1789 നടക്കുന്ന ഫ്രഞ്ച് റവല്യൂഷൻ, അവിടെ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമുണ്ട്: ലിബർട്ടി, ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ ആശയങ്ങളെല്ലാം തന്നെ 19ാം നൂറ്റാണ്ടിലെ ഈ ദേശീയവാദികളെ വളരെയധികം സ്വാധീനിച്ചു എന്നതാണ്. As a result of this inspiration, the feeling of nationalism and the idea of democracy spread all over the world. ഈ ഒരു ഇൻസ്പിരേഷൻ്റെ ഫലമായിട്ട് ദേശീയ വികാരവും ജനാധിപത്യ ചിന്തയും ലോകം മുഴുവനും വ്യാപിച്ചു എന്നതാണ് സത്യം. ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി ആൻഡ് ജർമ്മനി വേർ ദ റിസൾട്ട് ഓഫ് ദാറ്റ് ഇൻസ്പിരേഷൻ. അങ്ങനെ ഉണ്ടായ ഇൻസ്പിരേഷൻ്റെ ഒരു അനന്തരഫലമാണ് യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലിയും യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനിയും. അതായത് ജർമ്മൻ യൂണിഫിക്കേഷനും ഇറ്റാലിയൻ യൂണിഫിക്കേഷനും സാധ്യമായത് ഇത്തരത്തിലുണ്ടായ ദേശീയ വികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ്. ഏർലി കണ്ടീഷൻ ഓഫ് ഇറ്റലി. ഇറ്റലിയുടെ പഴയകാല സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെയായിരുന്നു? ഡ്യൂറിങ് ദ 18th century, ഇറ്റലി, ദ ഹോം ഓഫ് റെനൈസൻസ്, ബിക്കെയിം ദ കോക്ക്പിറ്റ് ഓഫ് യൂറോപ്പ്. റെനൈസൻസ് ശരിക്കും ആരംഭിക്കുന്നത് ഇറ്റലിയിലായിരുന്നല്ലോ. പക്ഷെ 18ാം നൂറ്റാണ്ടായ സമയത്ത് ഇത് യൂറോപ്പിൻ്റെ പോർക്കളം എന്നാണ് അറിയപ്പെട്ടത്. അതിന് ചില കാരണങ്ങളുണ്ട്. ഇറ്റലി അറ്റ് ദാറ്റ് ടൈം വാസ് ഡിവൈഡഡ് ഇൻടു എ നമ്പർ ഓഫ് പെറ്റി സ്റ്റേറ്റ്സ് അണ്ടർ പെറ്റി ടിറൻസ്. ആ സമയം ഇറ്റലിയെ ധാരാളം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ധാരാളം നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. Those states were neither united nor independent. ഈ സ്റ്റേറ്റുകളെല്ലാം ഇൻഡിപെൻഡൻ്റായിട്ട് നിലനിൽക്കുകയാണ്. അതൊന്നും തന്നെ ഏകീകരിച്ചിട്ടില്ല. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിട്ട് ഓരോ സ്റ്റേറ്റും നിലനിൽക്കുന്നു. എമംഗ് ദ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ്, ദ മോസ്റ്റ് പ്രോമിനൻ്റ് വെയർ പാർമ, മൊഡേണ, ടസ്കണി, ലംബാർഡി, വെനീഷ്യ, പീഡ്മണ്ട്, സാർഡീനിയ, സിസിലി, നേപ്പിൾസ് എക്സെട്ര. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ധാരാളം സ്റ്റേറ്റുകളുണ്ട്, ഇറ്റലിയിൽ ധാരാളം സ്റ്റേറ്റുകളുണ്ട്, നാട്ടുരാജ്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതായത് പാർമ, മൊഡേണ, ടസ്കണി, ലംബാർഡി, വെനീഷ്യ, പീഡ്മണ്ട്, സാർഡീനിയ, സിസിലി, നേപ്പിൾസ് എക്സെട്ര. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങൾ. പ്രിൻസ് മെറ്റേണിറ്റ്, the Austrian chancellor, once remarked that Italy was a mere geographical expression. ഓസ്ട്രിയൻ ചാൻസലറായ പ്രിൻസ് മെറ്റേണിറ്റ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു: ഇറ്റലി വാസ് മിയർ എ ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ. ഇറ്റലി എന്ന് പറയുന്നത് അത് വെറും ഒരു ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ മാത്രമാണ്. ഇറ്റലി അങ്ങനെ ഒരു രാജ്യം ഇല്ല. കാരണം ഇറ്റലി ധാരാളമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളായിട്ട് മാത്രം മാറിയിരിക്കുന്നു. ഇറ്റലി എന്ന് പറയുന്ന ഒരൊറ്റ രാജ്യം ഇന്ന് ഭൂമിയിലില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ അവകാശപ്പെട്ടു. ഇതാണ് ഇറ്റലിയുടെ പഴയകാല സ്ഥിതി. വളരെ മോശമായിരുന്നു എന്നതാണ്. വർക്ക് ഓഫ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന. അതെന്താണെന്ന് നോക്കാം. വർക്ക് ഓഫ് ദ കോൺഗ്രസ് ഓഫ് വിയന്ന. ഇൻ 1796 നെപ്പോളിയൻ അറ്റാക്ക്ഡ് ഇറ്റലി. 1796 നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇറ്റലിയെ ആക്രമിക്കുകയും പിടിച്ചെടുക്കുകയും ചെയ്തു. ഹി യൂണിഫൈഡ് ഇറ്റലി ആൻഡ് ക്രിയേറ്റഡ് എ നെപ്പോളിയനിക് എംപയർ ദെയർ. അദ്ദേഹം ഇറ്റലിയെ ഏകീകരിക്കുകയും
ഒരു നെപ്പോളിയൻ സാമ്രാജ്യം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഹി ഇംപ്രൂവ്ഡ് ദ ഇറ്റാലിയൻ ലോ, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അവിടുത്തെ നിയമസംഹിതയെല്ലാം മാറ്റിയെഴുതി, അവിടുത്തെ ഭരണ സംവിധാനങ്ങളെല്ലാം മാറ്റി, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റങ്ങളും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബട്ട് ഓൾ ദാറ്റ് വാസ് ഡിസ്ട്രോയിഡ് ബൈ ദ കോൺഗ്രസ് ഓഫ് വിയന്ന. പക്ഷേ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സകല ഭരണ പരിഷ്കാരങ്ങളും ഈ കോൺഗ്രസ് ഓഫ് വിയന്ന അട്ടിമറിച്ചു. കോൺഗ്രസ് ഓഫ് വിയന്ന 1815 നടക്കുന്നത്. അതായത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ നാട് കടത്തിയതിന് ശേഷം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ സകല ഭരണ പരിഷ്കാരങ്ങളെയും അവർ ഇല്ലാതാക്കി. ദ കോൺഗ്രസ് ഓഫ് വിയന്ന ഷെയർഡ് ദ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് എമംഗ് ദ യൂറോപ്യൻ നേഷൻസ്. ഇറ്റലിയിലെ പ്രധാനപ്പെട്ട ഈ സ്റ്റേറ്റുകളെല്ലാം തന്നെ കോൺഗ്രസ് ഓഫ് വിയന്ന എന്ത് ചെയ്തെന്നറിയാമോ? യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾക്ക് പകുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അക്കോർഡിംഗ്ലി ഓസ്ട്രിയ റിസീവ്ഡ് വെനീഷ്യ ആൻഡ് ലംബാർഡി. അതിനനുസരിച്ചിട്ട് വിയന്ന കോൺഗ്രസ് അനുസരിച്ചിട്ട് ഓസ്ട്രിയയ്ക്ക് 2 പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ കിട്ടുന്നു. ഒന്ന് വെനീഷ്യ, 2 ലംബാർഡി. സ്പെയിൻ റിസീവ്ഡ് സിസിലി ആൻഡ് നേപ്പിൾസ്. സ്പെയിനിനും കിട്ടുന്നു 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്ന് സിസിലി, 2 നേപ്പിൾസ്. നേപ്പിൾസും സിസിലിയും സ്പെയിനിന് കിട്ടുന്നു. പോപ്പ് റിസീവ്ഡ് റോം ആൻഡ് അതർ പേപ്പൽ സ്റ്റേറ്റ്സ്. മാർപ്പാപ്പയ്ക്കും കിട്ടി കുറച്ച് പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് റോമും അതുപോലെ തന്നെ പേപ്പൽ സ്റ്റേറ്റ് മറ്റ് കുറേ പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിനും കിട്ടുന്നു. പീറ്റ്മണ്ട് റിസീവ്ഡ് സാർഡീനിയ ആൻഡ് ജനോവ. പീറ്റ്മണ്ട് എന്ന് പറയുന്നത് ഇറ്റലിയിൽ തന്നെയുള്ള പ്രബലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റിനും കിട്ടി സാർഡീനിയ, ജനോവ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങൾ. പാർമ, മൊഡേണ ആൻഡ് ടസ്കണി, 3 സ്റ്റേറ്റുകൾ. പാർമ, മൊഡേണ ആൻഡ് ടസ്കണി വെയർ പ്ലേസ്ഡ് അണ്ടർ ഓസ്ട്രിയ. പാർമ, മൊഡേണ, ടസ്കണി എന്ന് പറയുന്ന ഈ 3 പ്രദേശങ്ങളെയും ഓസ്ട്രിയയുടെ അധീനതയിൽ ആക്കുകയും ചെയ്തു. ഇതും ഓസ്ട്രിയയുടെ കീഴിൽ ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഓസ്ട്രിയയ്ക്ക് നേരത്തെ 2 സ്റ്റേറ്റുകൾ കിട്ടിയിട്ടുണ്ട്, വെനീഷ്യയും ലംബാർഡിയും കിട്ടിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ 3 സ്റ്റേറ്റുകളൂടെ അവർക്ക് കിട്ടുന്നത്. പാർമ, മൊഡേണ ആൻഡ് ടസ്കണി, ഇങ്ങനെ 3 സ്റ്റേറ്റുകൾ കൂടി എക്സ്ട്രാ അവർക്ക് കിട്ടുകയാണ്, ഈ ആൾക്കാർക്ക് കിട്ടുകയാണ്, ഓസ്ട്രിയയ്ക്ക് കിട്ടുകയാണ്. കാർബോണാരി. എന്താണ് കാർബോണാരി? The educated middle class people of Italy were against local despotism and foreign rule. വിദ്യാസമ്പന്നരായിട്ടുള്ള ഇറ്റലിയിലെ ആൾക്കാർ, അവർക്ക് ഈ വിദേശ ഭരണത്തെ താല്പര്യമില്ല. അവർ അതിനെ മാക്സിമം ഒപ്പോസ് ചെയ്യാണ്. They were unwilling to go back to old despotism. പഴയ ഡെസ്പോട്ടിക് ഭരണത്തിലേക്ക് തിരിച്ചു പോകാൻ അവർക്ക് താല്പര്യമില്ല. അവർ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല കഴിവുള്ള ആൾക്കാരാണ്. They also opposed the attempt of Austria to Austrialize Italy. Austrialize Italy എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഓസ്ട്രിയയുടെ കൾച്ചറും സിവിലൈസേഷനും ഇവിടെ കൊണ്ടുവന്ന് സ്പ്രെഡ് ചെയ്യും. അവർ ജീവിക്കുന്നത് പോലെ ഇറ്റലിയിലെ ആൾക്കാരും ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. അവരുടെ കൾച്ചർ, അവരുടെ സിവിലൈസേഷൻ ഇവിടെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം, ഈ പരിശ്രമങ്ങളെല്ലാം മാക്സിമം ഒപ്പോസ് ചെയ്യുകയാണ് ഈ കാർബോണാരി എന്ന് പറയുന്ന സംഘടന. പ്രത്യേകിച്ച് ഒരു വിഭാഗം എഡ്യൂക്കേറ്റഡ് ക്ലാസ്, ഇറ്റലിയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ. അണ്ടർ ദോസ് സർക്കംസ്റ്റൻസസ് ദേ ഫോംഡ് എ സീക്രട്ട് സൊസൈറ്റി കാൾഡ് കാർബോണാരി ടു ഫൈറ്റ് ഫോർ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. അങ്ങനെ ഓസ്ട്രിയയുടെ ഈ കൊളോണിയൽ നയങ്ങൾക്ക് എതിരായിട്ട് ശക്തമായിട്ടുള്ള ഭാഷയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ ഒരു രഹസ്യ സംഘടന ഉണ്ടാക്കി. ഈ രഹസ്യ സംഘടനയെ പറയുന്ന പേരാണ് കാർബോണാരി. കാർബോണാരി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇറ്റലിയിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ആൾക്കാർ ഉണ്ടാക്കിയ രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് കാർബോണാരി. അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല, ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഓസ്ട്രിയയെ ഇറ്റലി മണ്ണിൽ നിന്ന് എന്നേക്കുമായിട്ട് ഓടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ലീഡേഴ്സ് ഓഫ് ദ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഇറ്റലിയിലെ യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ദ സ്ട്രഗിൾ ഫോർ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് വാസ് ലെഡ് ബൈ ജോസഫ് മസീനി. ഒന്നാമത്തെ ആളാണ് ജോസഫ് മസീനി. 2 കൗണ്ട് കവൂർ. 3 ജോസഫ് ഗാരിബാൾഡി. 3 വ്യക്തിത്വങ്ങൾ. 1 ജോസഫ് മസീനി, 2 കൗണ്ട് കവൂർ, 3 ജോസഫ് ഗാരിബാൾഡി.
ദ ഫസ്റ്റ് പ്ലേഡ് ദ പാർട്ട് ഓഫ് എ പ്രോഫറ്റ്. അതല്ലേ, ജോസഫ് മസീനി ഒരു പ്രവാചകൻ്റെ റോളാണ് വഹിച്ചത്. ദ സെക്കൻഡ് പ്ലേഡ് ദ പാർട്ട് ഓഫ് എ ഡിപ്ലോമാറ്റ്. രണ്ടാമത്തെ ആൾ കൗണ്ട് കവൂർ, അദ്ദേഹം ഒരു നയതന്ത്രജ്ഞൻ്റെ രാഷ്ട്രതന്ത്രജ്ഞൻ്റെ റോളാണ് വഹിച്ചത്. ആൻഡ് ദ തേർഡ് ജോസഫ് ഗാരിബാൾഡി പ്ലേഡ് ദ പാർട്ട് ഓഫ് എ സോൾജിയർ. നല്ലൊരു യോദ്ധാവിൻ്റെ റോൾ വഹിക്കുന്നത് ജോസഫ് ഗാരിബാൾഡി ആയിരുന്നു. ആരാണ് ജോസഫ് മസീനി? ഹു വാസ് ജോസഫ് മസീനി? ജോസഫ് മസീനി വാസ് വൺ ഓഫ് ദ പയനിയേഴ്സ് ആൻഡ് ഹീറോസ് ഓഫ് ഇറ്റാലിയൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇറ്റാലിയൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തനായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അവരുടെ ഒരു ദേശീയ ഹീറോ ആയിരുന്നു ജോസഫ് മസീനി. ആസ് എ യങ് മാൻ ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കാർബോണാരി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം വളരെയധികം കാർബോണാരിയിൽ ആകൃഷ്ടനായി. കാർബോണാരി അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതിൽ ജോയിൻ ചെയ്തു. ഇൻ 1830 ഹി വാസ് എക്സൈൽഡ് ടു ഫ്രാൻസ് ഫോർ ഹിസ് റവല്യൂഷണറി ആക്ടിവിറ്റീസ്. 1830 അദ്ദേഹത്തിനെ ഫ്രാൻസിലേക്ക് നാടുകടത്തി. കാരണം അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനങ്ങളും വിപ്ലവ ആശയങ്ങളും കാരണമാണ് അദ്ദേഹത്തിന് നാടുവിടേണ്ടി വന്നത്. ഇൻ 1833 ഹി ഫോംഡ് എ സീക്രട്ട് സൊസൈറ്റി കാൾഡ് യങ് ഇറ്റലി. 1833 അദ്ദേഹം ഒരു പുതിയ സംഘടനയ്ക്ക് രൂപം നൽകി. ആ സംഘടനയുടെ പേരാണ് യങ് ഇറ്റലി ടു ഫൈറ്റ് ഫോർ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇറ്റലിയിലെ ഏകീകരണം സാധ്യമാക്കുക, ഇറ്റലിയെ ഒരൊറ്റ സിംഗിൾ രാഷ്ട്രമായിട്ട് മാറ്റുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഹി സെറ്റ് ദ യങ് മെൻ ഓഫ് ഇറ്റലി കുഡ് യൂണിഫൈ ഇറ്റലി. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇറ്റലിയിലെ ചെറുപ്പക്കാർ, ഇറ്റലിയിലെ യുവാക്കൾ ഇറ്റലിയിലെ ഏകീകരണം സാധ്യമാക്കും. ആൾസോ ഹി സെറ്റ് ദാറ്റ് പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. മറ്റൊരു അവസരത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, പെൻ ഈസ് മൈറ്റിയർ ദാൻ സോഡ്. തൂലിക പടവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, തൂലിക പടവാളിനേക്കാൾ മൂർച്ചയേറിയതാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ അവകാശപ്പെട്ടു. ദ മോട്ടോ ഓഫ് യങ് ഇറ്റലി വാസ് ഗോഡ് ആൻഡ് ദ പീപ്പിൾ. ഈ യങ് ഇറ്റലി എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഗോഡ് ആൻഡ് ദ പീപ്പിൾ, ദൈവവും മനുഷ്യനും എന്നതാണ്. ഇറ്റ്സ് മെത്തേഡ് വാസ് എഡ്യൂക്കേഷൻ, ലിറ്ററസി പ്രൊപ്പഗൻഡ ആൻഡ് ദ റിവോൾട്ട്. അപ്പോൾ ഇവരുടെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക, ആൾക്കാർക്കെല്ലാം വിദ്യാഭ്യാസം കൊടുക്കുക, അക്ഷരാഭ്യാസം കൊടുക്കുക, ലിറ്ററസി പ്രോപ്പഗൻഡ നടത്തുക, അതോടൊപ്പം റിവോൾട്ടും സംഘടിപ്പിക്കുക. എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ആദ്യം അവബോധം കൊടുക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. ഈ വിദേശികൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നല്ല അവബോധം കൊടുക്കണം. അതിനുശേഷം റിവോൾട്ട് സംഘടിപ്പിക്കണം. ഇതായിരുന്നു ഇവരുടെ ഒരു രീതി. അതായത് യങ് ഇറ്റലി എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഒരു രീതി. ദ ബ്രാഞ്ചസ് ഓഫ് യങ് ഇറ്റലി സ്പ്രെഡ് ഓൾ ഓവർ ഇറ്റലി. യങ് ഇറ്റലി എന്ന് പറയുന്ന സംഘടനയുടെ ബ്രാഞ്ചസ് ഇറ്റലി മുഴുവനും സ്പ്രെഡ് ചെയ്തു. ഹി ട്രൈഡ് ടു എസ്റ്റാബ്ലിഷ് എ ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ സദേൺ ഇറ്റലി. സദേൺ ഇറ്റലിയിലെ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ജോസഫ് മസീനി ഈസ് സ്റ്റിൽ വർഷിപ്ഡ് ആസ് ദ ഫൗണ്ടർ ഓഫ് ഇറ്റാലിയൻ നാഷണൽ മൂവ്മെൻറ്റ്. ഇന്നും ഇറ്റാലിയൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ആരാധ്യ പുരുഷനായിട്ട് അവിടുത്തെ ജനങ്ങൾ ആരാധിക്കുന്നു എന്നതാണ്. അത്രയും വാല്യുബിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു, അത്രയും രാജ്യസേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഈ ജോസഫ് മസീനി. രണ്ടാമത്തെ പേഴ്സണാലിറ്റി കൗണ്ട് കവൂർ. ഹു വാസ് കൗണ്ട് കവൂർ? കൗണ്ട് കവൂർ വാസ് ബോൺ ഇൻ 1810 അറ്റ് സാർഡീനിയ. 1810 സാർഡീനിയയിൽ ജനിക്കുന്നു കൗണ്ട് കവൂർ. ഇൻ 1848 ഹി ബിക്കെയിം എ മെമ്പർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് പീറ്റ്മണ്ട്. 1848 പീറ്റ്മണ്ടിൻ്റെ MLA ആയിട്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പറായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. ഇൻ 1850 ഹി ബിക്കെയിം എ ക്യാബിനറ്റ് മിനിസ്റ്റർ. 1850 ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് മാറുകയും ചെയ്തു. ഇൻ 1852 ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്. പീറ്റ്മണ്ടിൻ്റെ രാജാവായിരുന്ന വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് എന്ന് പറയുന്ന രാജാവിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടും 1852 അദ്ദേഹത്തിനെ അപ്പോയിൻ്റ് ചെയ്യുകയും ചെയ്തു. ഹി വാസ് എ പാട്രിയോട്ട് ആൻഡ് എ ഡിപ്ലോമാറ്റ്. ശരിക്കൊരു നയതന്ത്രജ്ഞനാണ്.
ശരിക്കും ഒരു രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു കൗണ്ട് കവൂർ. ടു മേക്ക് പീഡ്മണ്ട് എ സ്ട്രോങ് നേഷൻ ഹി ബ്രോട്ട് അബൌട്ട് റാഡിക്കൽ റിഫോംസ്. പീഡ്മണ്ടിനെ ഒരു ശക്തമായ രാജ്യമാക്കി മാറ്റുക, അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിലേക്ക് വേണ്ടി ധാരാളം മാറ്റങ്ങൾ, പരിഷ്കാരങ്ങൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹിസ് എയിം വാസ് ടു ലിബറേറ്റ് ഇറ്റാലിയൻ കിങ്ഡംസ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ കരങ്ങളിൽ നിന്ന് ഇറ്റലിയിലെ നാട്ടുരാജ്യങ്ങളെ ലിബറേറ്റ് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കൗണ്ട് കവൂറിൻ്റെ ലക്ഷ്യം ഇതാണ്: ഓസ്ട്രിയയുടെ കൈകളിൽ നിന്ന് ഇറ്റാലിയൻ സ്റ്റേറ്റിനെ വിടുവിക്കുക, ഇറ്റലിയെ ഏകീകരിക്കുക എന്നതാണ്. ഹിസ് എയിം വാസ് ടു ലിബറേറ്റ് ഇറ്റാലിയൻ കിങ്ഡംസ് ഫ്രം ദ ക്ലച്ചസ് ഓഫ് ഓസ്ട്രിയ. ഹി ബിലീവ്ഡ് ദാറ്റ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ കുഡ് നോട്ട് ബി അച്ചീവ്ഡ് വിത്തൗട്ട് എ ഫോറിൻ ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ കൗണ്ട് കവൂർ ഒരു സത്യം മനസ്സിലാക്കിയിരുന്നു: വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ, വിദേശികളുടെ സഹായമില്ലാതെ ഇറ്റലിയിലെ ഏകീകരണം സാധ്യമാക്കുവാൻ കഴിയില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി. സോ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഇഫ് മസീനി വാസ് എ ഡ്രീമർ, കൗണ്ട് കവൂർ വാസ് എ റിയലിസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നു: ജോസഫ് മസീനി ഒരു ഡ്രീമർ ആയിരുന്നെങ്കിൽ, ഒരു സ്വപ്നലോകത്ത് ജീവിച്ച മനുഷ്യനായിരുന്നുവെങ്കിൽ, കൗണ്ട് കവൂർ ഒരു ശരിക്കും പ്രാക്ടിക്കൽ സെൻസുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് പറയുന്നു. ഹി ഹിംസെൽഫ് സ്റ്റേറ്റഡ് ദാറ്റ് കവൂർ വാസ് നോട്ട് എ മാൻ ഓഫ് വേർഡ് ബട്ട് ഓഫ് ഡീഡ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്, കൗണ്ട് കവൂർ ഒരിക്കൽ പറഞ്ഞതാണ്, കവൂർ വാസ് നോട്ട് എ മാൻ ഓഫ് വേർഡ്. വെറും വാക്ക് പറയുന്നവനല്ല കവൂർ, ബട്ട് ഓഫ് ഡീഡ്. പ്രവർത്തിച്ച് കാണിക്കുന്നവനാണ് ഈ കൗണ്ട് കവൂർ എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഒരിക്കൽ പറയുകയുണ്ടായി. മൂന്നാമത്തെ വ്യക്തിത്വം ജോസഫ് ഗാരിബാൾഡി. ജോസഫ് ഗാരിബാൾഡി വാസ് എ ബ്രേവ് സോൾജിയർ. ബ്രേവ് സോൾജിയർ മീൻസ് ധീരനായ യോദ്ധാവായിരുന്നു ജോസഫ് ഗാരിബാൾഡി. ഹി വാസ് എ ആർഡൻറ്റ് പൊളിറ്റീഷ്യൻ. ഒരു അടിയുറച്ച രാഷ്ട്രതന്ത്രജ്ഞനുമായിരുന്നു. ആൻഡ് എ റവല്യൂഷണറി, ഒരു നല്ലൊരു വിപ്ലവകാരിയും ആയിരുന്നു. അറ്റ് ഫസ്റ്റ് ഹി വാസ് ആൻ ആക്റ്റീവ് വർക്കർ ഓഫ് യങ് ഇറ്റലി. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ യങ് ഇറ്റലിയുടെ നല്ലൊരു വർക്കറായിരുന്നു എന്നതാണ്, പ്രവർത്തകനായിരുന്നു. ബട്ട് ലേറ്റർ he formed a band of 1,000 followers called Red Shirts to fight for Italian unification. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹം 1000-ഓളം ആൾക്കാർ അടങ്ങുന്ന ഒരു സൈന്യത്തെ ഉണ്ടാക്കി. അതിന് അദ്ദേഹം തന്നെ ഇട്ട പേരാണ് റെഡ് ഷർട്ട്സ്. റെഡ് ഷർട്ട്സ് ടു ഫൈറ്റ് ഫോർ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഇറ്റലിയുടെ ഏകീകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സൈന്യത്തിന് ജോസഫ് ഗാരിബാൾഡി രൂപം നൽകിയത്. റെഡ് ഷർട്ട്സ്. ദ ക്രെഡിറ്റ് ഫോർ സദേൺ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ഗോസ് ടു ജോസഫ് ഗാരിബാൾഡി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ റെഡ് ഷർട്ട്സിനും ആണ് സദേൺ ഇറ്റലിയുടെ യൂണിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്രെഡിറ്റ് മുഴുവനും കിട്ടുന്നത്. അതായത് സദേൺ ഇറ്റലിയുടെ യൂണിഫിക്കേഷൻ സാധ്യമാക്കിയത് ജോസഫ് ഗാരിബാൾഡിയുടെയും അദ്ദേഹത്തിൻ്റെ റെഡ് ഷർട്ട്സിൻ്റെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ്. അടുത്ത പ്രധാനപ്പെട്ട ലീഡർ എന്ന് പറയുന്നത് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്. ആരാണ് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്? ഹു വാസ് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്? വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് വാസ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ലിബറൽ മൈൻഡഡ് റൂളർ ഓഫ് പീഡ്മണ്ട് ആൻഡ് സാർഡീനിയ. പീഡ്മണ്ടിലെയും സാർഡീനിയയിലെയും ഒരു എൻലൈറ്റൻഡ് റൂളറാണ്. എൻലൈറ്റൻഡ് റൂളർ മീൻസ് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജാവ്. ആൻഡ് ലിബറൽ മൈൻഡഡ് റൂളർ, ഒരു ഉദാര മനസ്കനായ ഒരു രാജാവ്, നല്ലൊരു മനുഷ്യനെയാണ്. ഹി എൻകറേജ്ഡ് ആൻഡ് സപ്പോർട്ടഡ് പ്രൈം മിനിസ്റ്റർ കൗണ്ട് കവൂർ ഇൻ ഓൾ ഹിസ് ടാസ്ക് ഓഫ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഇറ്റലിയുടെ യൂണിഫിക്കേഷന് വേണ്ടി കൗണ്ട് കവൂർ എന്ന പ്രൈം മിനിസ്റ്റർ എന്തൊക്കെ ചെയ്തുവോ അതിനെല്ലാം മാക്സിമം സപ്പോർട്ട് നൽകിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ്. He said, I will hold the tricolor flag of Italy firm and high. സാർഡീനിയൻ രാജാവായ വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡ് ഒരിക്കൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: ഞാൻ ഒരിക്കൽ ഇറ്റലിയുടെ ഏകീകരണത്തിന് ശേഷം ഇറ്റലിയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. No doubt, in 1861, he was appointed as the first emperor of the unified Italy. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ ഈ വാക്ക് യാഥാർത്ഥ്യമാവുകയാണ്.
1861 ഹി വാസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഫസ്റ്റ് എംപറർ ഓഫ് യൂണിഫൈഡ് ഇറ്റലി. യൂണിഫൈഡ് ഇറ്റലിയുടെ ഒന്നാമത്തെ ചക്രവർത്തിയായിട്ട് വിക്ടർ ഇമ്മാനുവൽ സെക്കൻഡിനെ അവരോധിക്കുകയും ചെയ്തു. പ്രോസസ് ഓഫ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഈ ഇറ്റലിയുടെ ഏകീകരണത്തിന് ധാരാളം ദേശീയ നേതാക്കന്മാർ പ്രവർത്തിച്ചു. ഇറ്റലിയുടെ ഏകീകരണം സാധ്യമാക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണ് ഇത് സാധ്യമാക്കിയത് എന്നതാണ് ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്. പ്രോസസ് ഓഫ് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ, അതായത് അതിൻ്റെ കോഴ്സാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. കൗണ്ട് കവോർ റിയലൈസ്ഡ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു യൂണിഫൈ ഇറ്റലി വിത്തൗട്ട് എനി ഫോറിൻ ഹെൽപ്പ്. നേരത്തെ പറഞ്ഞല്ലോ, കൗണ്ട് കവോർ ഒരു സത്യം മനസ്സിലാക്കി. വിദേശ രാജ്യങ്ങളുടെ സഹായമില്ലാതെ ഒരു കാരണവശാലും നമുക്ക് ഇറ്റലിയിലെ ഏകീകരണം സാധ്യമാക്കാൻ കഴിയില്ല എന്ന സത്യം അദ്ദേഹം മനസ്സിലാക്കി. സോ ഹി എൻറ്റേർഡ് ഇൻടു കൊമേഴ്ഷ്യൽ ട്രീറ്റീസ് വിത്ത് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ബെൽജിയം. 3 രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം കൊമേഴ്ഷ്യൽ ട്രീറ്റീസ് ഉണ്ടാക്കി. ഒന്ന് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ബെൽജിയം. ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം 3 രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം വാണിജ്യ കരാറുകൾ ഉണ്ടാക്കി. ഇൻ ഓർഡർ ടു ഗെറ്റ് ദ സപ്പോർട്ട് ഓഫ് ബ്രിട്ടൻ, കവോർ ജോയിൻഡ് ദ സൈഡ് ഓഫ് ക്രിമിയൻ വാർ എഗൻസ്റ്റ് റഷ്യ. ബ്രിട്ടൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു യുദ്ധമുണ്ട്, ക്രിമിയൻ യുദ്ധം, റഷ്യക്കെതിരായിട്ടുള്ള യുദ്ധം, ക്രിമിയൻ വാർ. ഈ ക്രിമിയൻ വാറിൽ കൗണ്ട് കവോർ സപ്പോർട്ട് കൊടുക്കുകയാണ്. ബ്രിട്ടൻ്റെ സഹായം കിട്ടുന്നതിന് വേണ്ടിയാണ് അവരങ്ങോട്ട് സഹായിക്കുന്നത്. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുമല്ലോ. ബ്രിട്ടനെ ഇപ്പോൾ സഹായിച്ചാൽ ബ്രിട്ടൻ ഇവരുടെ ഒരു അത്യാവശ്യത്തിന് തിരിച്ച് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ക്രിമിയൻ വാറിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ദ ക്രിമിയൻ വാർ, ഇംഗ്ലണ്ട് ഗോട്ട് വിക്ടറി. ക്രിമിയൻ വാറിൻ്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിന് വിജയം കിട്ടി. ആഫ്റ്റർ ദ ക്രിമിയൻ വാർ എ കോൺഫറൻസ് വാസ് ഹെൽഡ് അറ്റ് പാരീസ് ആൻഡ് ഇറ്റ് കെയിം ടു ബി കോൾഡ് പാരീസ് പീസ് കോൺഫറൻസ്. ഈ ക്രിമിയൻ വാറിൻ്റെ അവസാനത്തിൽ ഒരു സന്ധി ഉണ്ടാക്കി, ഒരു കോൺഫറൻസ് ഉണ്ടാക്കി. ഈ കോൺഫറൻസിനെ പാരീസ് പീസ് കോൺഫറൻസ് എന്നാണ് അറിയപ്പെട്ടത്. ഫ്രാൻസിലെ പാരീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ കോൺഫറൻസ് കൂടുന്നത്. ഇൻ ദാറ്റ് കോൺഫറൻസ് കവോർ നറേറ്റഡ് ദ ഇൻഎവിറ്റബിലിറ്റി ഓഫ് ദ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ. ഈ കോൺഫറൻസിൽ വെച്ചിട്ട് കൗണ്ട് കവോർ ആദ്യമായിട്ട് ഈ ഇറ്റലിയെ ഏകീകരിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ചിട്ട് കാര്യമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. So it is said that out of the mud of Crimea a new Italy was born. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇങ്ങനെ വിളിക്കുന്നു, ഔട്ട് ഓഫ് ദ മഡ് ഓഫ് ക്രിമിയ എ ന്യൂ ഇറ്റലി വാസ് ബോൺ. ക്രിമിയയുടെ ചെളിയിൽ നിന്ന് ഒരു പുതിയ ഇറ്റലി ഉയർത്തെഴുന്നേറ്റു എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻ 1858 കൗണ്ട് കവോർ എൻറ്റേർഡ് ഇൻ എ ട്രീറ്റി വിത്ത് നെപ്പോളിയൻ തേർഡ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിലെ നെപ്പോളിയൻ തേർഡുമായിട്ട് ഒരു സന്ധി ഉണ്ടാക്കി. ബൈ ദാറ്റ് അഗ്രിമെൻറ്റ് നെപ്പോളിയൻ തേർഡ് എഗ്രീഡ് ടു ഹെൽപ്പ് കൗണ്ട് കവോർ ഇൻ ഓൾ ഹിസ് വാർസ് എഗൻസ്റ്റ് ഓസ്ട്രിയ. ഈ 1858 നെപ്പോളിയൻ തേർഡുമായിട്ടുണ്ടാക്കിയ ഈ ഉടമ്പടി അനുസരിച്ചിട്ട് നെപ്പോളിയൻ തേർഡ് കൗണ്ട് കവോറിന് ഒരു ഉറപ്പ് നൽകുകയാണ്, ഓസ്ട്രിയക്കെതിരായിട്ട് നടത്തുന്ന എല്ലാ യുദ്ധങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം. ഫ്രാൻസ് കൗണ്ട് കവോറിനെ സപ്പോർട്ട് ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഇവിടെ വെച്ചത്. ബൈ ദാറ്റ് എഗ്രിമെൻറ്റ് നെപ്പോളിയൻ തേർഡ് എഗ്രീഡ് ടു ഹെൽപ്പ് കവോർ ഇൻ ഓൾ ഹിസ് വാർസ് എഗൻസ്റ്റ് ഓസ്ട്രിയ. ഓസ്ട്രിയക്കെതിരായിട്ടുള്ള എല്ലാ യുദ്ധത്തിലും കൗണ്ട് കവോറിനെ ഫ്രാൻസ് സഹായിച്ചോളാം എന്നുള്ള ഒരു എഗ്രിമെൻ്റാണ് ഇവിടെ വെച്ചത്. ബൈ അനദർ ട്രീറ്റി കവോർ ആൾസോ ഗോട്ട് ദ സപ്പോർട്ട് ഓഫ് റഷ്യ എഗൻസ്റ്റ് ഓസ്ട്രിയ. മറ്റൊരു ട്രീറ്റി മുഖേന കൗണ്ട് കവോർ ആൾസോ ഗോട്ട് ദ സപ്പോർട്ട് ഓഫ് റഷ്യ എഗൻസ്റ്റ് ഓസ്ട്രിയ. റഷ്യയുടെ പിന്തുണയും നേടി. ഓസ്ട്രിയക്കെതിരായിട്ട് റഷ്യയുടെ പിന്തുണയും അദ്ദേഹം നേടി എന്നതാണ്. ഇൻ 1859 ഓസ്ട്രിയ, സസ്പീഷ്യസ് ഓഫ് കവോർസ് ആക്ടിവിറ്റീസ്, വാണ്ടഡ് സാർഡീനിയ ടു ഡിസാം. അതുകൊണ്ട് തന്നെ 1859 ആയപ്പോൾ ഓസ്ട്രിയയ്ക്ക് ഭയങ്കര സംശയം. കൗണ്ട് കവോറിനെയും സാർഡീനിയയും പീഡ്മണ്ടിനെയും ഒക്കെ ഭയങ്കര സംശയം. നമുക്കിട്ട് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. അതുകൊണ്ട് തന്നെ സാർഡീനിയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ഡിസാം ചെയ്യണം. ഡിസാം ചെയ്യുക എന്ന് പറയുമ്പോഴേക്കും നിരായുധീകരണം നടത്തണം. ആയുധങ്ങളൊന്നും തന്നെ നിങ്ങളെ രാജ്യത്തിൽ വയ്ക്കാൻ പാടില്ല
എന്നുള്ള ഒരു ആവശ്യവുമായിട്ട് ഓസ്ട്രിയ മുന്നോട്ട് വരികയാണ്. ബട്ട് ഇറ്റ് വാസ് റിജക്റ്റഡ് ബൈ കൗണ്ട് കപൂർ. എന്നാൽ കൗണ്ട് കപൂർ അതിനെ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. ബട്ട് ഇറ്റ് വാസ് റിജക്റ്റഡ് ബൈ കൗണ്ട് കപൂർ. ഓസ്ട്രിയ സൂൺ ഡിക്ലെയർഡ് വാർ എഗൻസ്റ്റ് പീറ്റ്മെൻറ്റ്. ഉടനെ തന്നെ ഓസ്ട്രിയ പീറ്റ്മെൻറ്റിനെതിരായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ദ കമ്പൈൻഡ് ഫോഴ്സസ് ഓഫ് ഫ്രാൻസ് ആൻഡ് പീറ്റ്മെൻറ്റ് ഡിഫീറ്റഡ് ഓസ്ട്രിയ ഇൻ ദ ബാറ്റിൽ ഓഫ് മജംദ. അങ്ങനെ ഓസ്ട്രിയയുടെ സൈന്യത്തെ ഫ്രാൻസിൻ്റെയും കൗണ്ട് കപൂറിൻ്റെയും സൈന്യം പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി എന്നതാണ്. അതായത് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടി പീറ്റ്മെൻറ്റിൻ്റെ സൈന്യം ഓസ്ട്രിയയുടെ സൈന്യത്തെ പൂർണ്ണമായിട്ട് പരാജയപ്പെടുത്തി. ഈ യുദ്ധത്തെ വിളിച്ച പേരാണ് ബാറ്റിൽ ഓഫ് മജംദ. ലംബാർഡി വാസ് അനക്സ്ഡ് ടു പീറ്റ്മെൻറ്റ്. അങ്ങനെ ലംബാർഡി പീറ്റ്മെൻറ്റിനോടൊപ്പം ചേർക്കുകയും ചെയ്തു. എൻകറേജ്ഡ് ബൈ ദ ഓസ്ട്രിയൻ ഡിഫീറ്റ്, ദ സെൻട്രൽ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് ലൈക്ക് പാർമ, മൊഡേണ ആൻഡ് ടസ്കനി എക്സ്പെൽഡ് ദെയർ റൂളേഴ്സ് ആൻഡ് ജോയിൻഡ് വിത്ത് പീറ്റ്മെൻറ്റ്. അപ്പോൾ ഓസ്ട്രിയയ്ക്ക് ഒരു പരാജയം ഉണ്ടായി എന്നറിഞ്ഞ ആ നിമിഷം തന്നെ സെൻട്രൽ ഇറ്റാലിയൻ സ്റ്റേറ്റ്സായ പാർമ, മൊഡേണ, ടസ്കനി ഈ 3 സ്റ്റേറ്റിലെയും ആളുകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഇരുന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ഓസ്ട്രിയയുടെ നാട്ടുരാജാക്കന്മാരെ അവിടെ നിന്ന് എക്സ്പെൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുറത്താക്കി. എക്സ്പെൽഡ് ദെയർ റൂളേഴ്സ്, അവിടുത്തെ ഭരണാധികാരികളെ പുറത്താക്കി. ആൻഡ് ജോയിൻഡ് വിത്ത് പീറ്റ്മെൻറ്റ്. എന്നിട്ട് ഈ പ്രദേശങ്ങളെ എല്ലാം തന്നെ പീറ്റ്മെൻറ്റിൻ്റോടൊപ്പം ചേർക്കുകയും ചെയ്തു. അപ്പോൾ പീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു രാജ്യമായിട്ട് മാറി വരികയാണ്. ഇൻ 1860 പോപ്പുലർ റിവോൾട്ട് ബ്രോക്ക് ഔട്ട് ഇൻ സിസിലി എഗൻസ്റ്റ് സ്പെയിൻ. 1860 സ്പെയിനെതിരായിട്ട് സിസിലിയിലെ ആൾക്കാർ രംഗത്തെത്തി. സ്പെയിൻ്റെ കൺട്രോളിലായിരുന്നല്ലോ സിസിലിയിലെ ആൾക്കാരെല്ലാം സ്പെയിനെതിരായിട്ട് നീങ്ങുകയാണ്. സൂൺ ജോസഫ് ഗാരിബാൾഡി വിത്ത് ഹിസ് റക്ഷാഡ്സ് മാർച്ച്ഡ് ടു സിസിലി ആൻഡ് ലിബറേറ്റഡ് ഇറ്റ് ഫ്രം സ്പാനിഷ് കൺട്രോൾ. ഈ സമയം അവിടെയുള്ള ജനങ്ങൾ അവിടെ സ്പെയിനെതിരായിട്ട് നീങ്ങുന്ന ഈ സമയം ജോസഫ് ഗാരിബാൾഡി അദ്ദേഹത്തിൻ്റെ റക്ഷാഡ്സുമായിട്ട് അവിടെ മാർച്ച് ചെയ്യുന്നു. സ്പാനിഷ് കൺട്രോളിലെന്ന ആ പ്രധാനപ്പെട്ട പ്രദേശത്തിനെ, സിസിലി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രദേശത്തിനെ ലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ സ്പെയിനിൻ്റെ ആധിപത്യം അവിടെ അവസാനിക്കുകയും ചെയ്തു. ലേറ്റർ ഗാരിബാൾഡി ആൻഡ് ജോസഫ് മെസ്സിനി ക്യാപ്ചർഡ് നേപ്പിൾസ് ആൻഡ് there they established a republic in southern Italy. പിന്നീട് ഈ സംഭവത്തിന് ശേഷം ഗാരിബാൾഡിയും ജോസഫ് മസീനിയും ചേർന്നുകൊണ്ട് നേപ്പിൾസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പ്രദേശം കൂടെ പിടിച്ചെടുത്തു. മാത്രമല്ല സദേൺ ഇറ്റലിയിൽ ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റായിട്ട് അതിനെ മാറ്റുകയും ചെയ്തു. ബട്ട് ബീയിങ് എ ട്രൂ പാട്രിയോട്ട്, ജോസഫ് ഗാരിബാൾഡി ഹാൻഡഡ് ഓവർ ദോസ് 2 പ്ലേസസ് ടു വിക്ടർ ഇമ്മാനുവൽ II. പക്ഷേ ഈ ജോസഫ് ഗാരിബാൾഡി എന്ന് പറയുന്നത് ശരിക്കൊരു രാജ്യസ്നേഹിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പിടിച്ചെടുത്ത പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം, അതായത് സിസിലിയും അതുപോലെ തന്നെ നേപ്പിൾസും എല്ലാം തന്നെ സദേൺ ഇറ്റാലിയൻ സ്റ്റേറ്റുകളെ എല്ലാം തന്നെ വിക്ടർ ഇമ്മാനുവൽ II എന്ന സാർഡീനിയൻ രാജാവിന് കൈമാറുകയും ചെയ്തു. കാരണം അവരുടെ ഉദ്ദേശം ഇറ്റലിയെ ഏകീകരിക്കണം എന്നത് തന്നെയാണ്. അറ്റ് ദാറ്റ് ടൈം ദ സാർഡീനിയൻ ആർമി അണ്ടർ കൗണ്ട് കപൂർ കോൺഗേഡ് ഓൾ ദ പേപ്പൽ സ്റ്റേറ്റ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു സംഭവം കൂടെ ഉണ്ടാവുകയാണ്. സാർഡീനിയയുടെ ആർമി പോപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെല്ലാം ആക്രമിക്കാൻ തുടങ്ങി. ഇൻ 1861 വിക്ടർ ഇമ്മാനുവൽ II വാസ് പ്രൊക്ലൈംഡ് ആസ് ദ ഫസ്റ്റ് കിങ് ഓഫ് യൂണിഫൈഡ് ഇറ്റലി. അങ്ങനെ 1861 സാർഡീനിയൻ രാജാവായ വിക്ടർ ഇമ്മാനുവൽ II യൂണിഫൈഡ് ഇറ്റലിയുടെ 1ാമത്തെ രാജാവായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇൻ 1866 ഇറ്റലി ഗോട്ട് വെനീഷ്യ ആസ് എ റിവാർഡ് ഫോർ ഹെർ സർവീസസ് ടു പ്രഷ്യ. ജർമ്മനിയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റാണ് പ്രഷ്യ. ഈ പ്രഷ്യയ്ക്ക് ചില സേവനങ്ങൾ ഇറ്റലിക്കാർ ചെയ്തു കൊടുത്തതിൻ്റെ പ്രത്യുപകാരമായിട്ട് അവർ വെനീഷ്യ എന്ന് പറയുന്ന ഇറ്റാലിയൻ സ്റ്റേറ്റിന് ഇങ്ങോട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ ഈ വെനീഷ്യ എന്ന് പറയുന്ന സ്ഥലത്തെ ഇറ്റലിയോടൊപ്പം ചേർക്കുന്നു. ഇൻ 1870 when the Franco-Prussian War broke out,
ഇറ്റലി ഓക്യുപ്പൈഡ് റോം. 1870 ഫ്രാൻസും പ്രഷ്യയും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ്. പ്രഷ്യ എന്ന് പറയുന്നത് ജർമ്മനിയുടെ ഒരു സ്റ്റേറ്റാണ്. ഈ ജർമ്മനിയുടെ സ്റ്റേറ്റായ പ്രഷ്യയും ഫ്രാൻസും കൂടെ ഫൈറ്റ് നടക്കുന്ന അതേ സമയത്ത് ഇറ്റലി എന്ത് ചെയ്തു? റോം പിടിച്ചെടുക്കുകയാണ്. റോം എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു സ്റ്റേറ്റ് തന്നെയാണല്ലോ. ആ സ്റ്റേറ്റിനെ പിടിച്ചെടുക്കുകയാണ്. ഇൻ 1871 റോം ബിക്കെയിം ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് യൂണിഫൈഡ് ഇറ്റലി. അങ്ങനെ 1871 റോം യൂണിഫൈഡ് ഇറ്റലിയുടെ തലസ്ഥാനമായിട്ട് മാറുകയും ചെയ്തു. ദസ് ദ ആസ്പിറേഷൻസ് ഓഫ് റവല്യൂഷണറീസ്, പോയറ്റ്സ്, ഫിലോസഫേഴ്സ് എക്സെട്ര കെയിം ടു എ റിയാലിറ്റി. അങ്ങനെ വളരെ ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സത്യം യാഥാർത്ഥ്യമാവുകയാണ്. എന്താണ് സത്യം? ഇറ്റലിയെ യൂണിഫൈ ചെയ്യുക എന്ന ആ സത്യം യാഥാർത്ഥ്യമാവുകയാണ്. വിപ്ലവകാരികളും കവികളും പണ്ഡിതന്മാരും തത്വജ്ഞാനികളും എല്ലാം ദീർഘകാലം കൊണ്ട് ആഗ്രഹിച്ച ആ ഒരു സത്യം യാഥാർത്ഥ്യത്തിലെത്തുകയും ചെയ്തു എന്നതാണ്. ജോസഫ് മസീനി, കൗണ്ട് കവോർ ആൻഡ് ജോസഫ് ഗാരിബാൾഡി were considered as the soul, the brain and the sword of the Italian unification. ഈ 3 വ്യക്തിത്വങ്ങളെയും 3 രീതിയിലാണ് ഇറ്റലിക്കാരുടെ ഇടയിൽ അറിയപ്പെട്ടത്. ഒരാൾ ദ സോൾ, ആത്മാവ്; രണ്ടാമത്തെ ആൾ ദ ബ്രെയിൻ; മൂന്നാമത്തെ ആൾ ദ സോഡ്. സോഡ് എന്ന് വെച്ചാൽ വാള് എന്നാണ് എൻ്റെ അർത്ഥം. അദ്ദേഹം ഒരു സോൾജിയർ ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഇറ്റലിയെ ഏകീകരിക്കുകയും റോം എന്ന പ്രധാനപ്പെട്ട പ്രദേശത്തെ യൂണിഫൈഡ് ഇറ്റലിയുടെ തലസ്ഥാനമായിട്ട് മാറ്റുകയും ചെയ്തു. ഓക്കെ.